ടൊയോട്ട ഈ ഒരു വർഷം 4ലേറെ വാഹനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ ഇലക്ട്രിക് ഉണ്ട്, ICE മോഡലുണ്ട്, അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെ വാഹനങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് വെർഷനാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ നേരത്തെ കൊണ്ടുവന്നിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ 2023 ഇവർ ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് വെർഷൻ ഹൈലക്സ് യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് 2025 പകുതിയോ ഇല്ലെങ്കിൽ 2026 ചിലപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്താണ് മാറ്റം എന്ന് പറയുന്നത്, ലുക്ക് വൈസ് നമ്മുടെ ലെജൻഡറിൻ്റെ ആ ഡിസൈനൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി പറയുവാണെങ്കിൽ ഇതിൻ്റെ പവർ ടെറൈനിലോട്ട് പറയുവാണെങ്കിൽ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 48V മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. ഇതൊരു അഡീഷണൽ ഒരു 16 HP അതുപോലെ തന്നെ 42 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാണ്ട് ഈ ഒരു വാഹനം 5 to 10% വരെ ഫ്യൂവൽ എഫിഷ്യൻസിയൊക്കെ വർദ്ധിച്ചേക്കാം. പിന്നെ ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ ADASും അതുപോലെ തന്നെ 360 ക്യാമറ എന്നിവയെല്ലാം നൽകുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ടൊയോട്ട ഫോർച്യൂണറിന് സൺറൂഫ് ചിലപ്പോൾ ഇവർ കൊടുക്കുമായിരിക്കും, അതും ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഫോർച്യൂണറിൻ്റെ ഹൈബ്രിഡ് വെർഷനാണ് ഈ കൊല്ലം അവർ കൊണ്ടുവരാൻ പോകുന്ന ഏറെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു പതിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഏത് വാഹനമാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടോൻ്റെ ലാൻഡ് ക്രൂസർ പ്രാഡോയാണ്. അപ്പോൾ ലാൻഡ് ക്രൂസർ പ്രാഡോ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമെന്ന് കൺഫേം ഒക്കെ നൽകിയിട്ടുണ്ട്. 2025 ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിലേക്ക് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസൊക്കെ നല്ല രീതിക്ക് കൂടുതലായിരിക്കും. ഏകദേശം 1.7 കോടി to 1.95 കോടി ആ ഒരു വിലയിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഇത് ലാൻഡ് ക്രൂസറിൻ്റെ 300ൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. നമ്മുടെ ഡിഫൻഡറിനൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു വാഹനം എതിരാളി മത്സരം വെക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു 2.8 ലിറ്റർ എഞ്ചിനായിരിക്കും ഇതിന് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്നീ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ആ ഒരു 2.4 ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് പവർ ടെറൈനൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവിടെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ 1-2 വണ്ടിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സ്പോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങളെന്ന് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടോൻ്റെ മറ്റൊരു കിടിലൻ വാഹനമായ ഇതാണ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ അർബൻ ക്രൂസർ EV ആണ്. മാരുതി സുസുക്കി ഈ ഒരു വാഹനം അധികം വൈകാതെ തന്നെ വിക്ടാറ പുറത്തിറക്കും. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ടൊയോട്ടോ ഈ ഒരു വാഹനത്തെ റീബാഡ് ചെയ്ത് ടൊയോട്ടോൻ്റെ അണ്ടറിൽ ഈ ഒരു വാഹനം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അർബൻ ക്രൂസർ EV എന്ന പേരാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഈ 2025 പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനും 2 പവർ ടെറൈനും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. 2 പവർ ടെറൈൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിന് ഓഫർ ചെയ്യുന്നത് ഒരു 49 കിലോവാട്ടിൻ്റെയും 61 കിലോവാട്ടിൻ്റെയും ബാറ്ററി പാക്കൊക്കെയാണ് നൽകുന്നത്. ഏകദേശം 143 BHP 173 BHP ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഗ്രാൻഡ് വിക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ടോൻ്റെ അർബൻ ക്രൂസറും ഒക്കെ നല്ല രീതിക്ക് തന്നെ സെയിൽസൊക്കെ മുന്നേറുന്നുണ്ട്. ഇലക്ട്രിക് വരുമ്പോൾ നമ്മുടെ അത്യാവശ്യം സെയിൽസ് എല്ലാം ഒന്നും കൂടെ മുന്നേറും. ഇത് ടൊയോട്ടോ നമ്മുടെ ഇന്ത്യയിൽ ഓഫർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇലക്ട്രിക് വാഹനമായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ടൊയോട്ടോൻ്റെ ഹൈ റൈഡറിൻ്റെ 7 സീറ്ററാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം സുസുക്കി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ വൈസ് ഒക്കെ നമ്മൾ ആ ഒരു 5 സീറ്ററിൽ കണ്ടിട്ടുള്ള സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പെക്കിൻ്റെ കാര്യത്തിൽ ADAS 360 ക്യാമറ, പാനോറാമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റും ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു 1.5 ലിറ്റർ പെട്രോൾ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും അതുപോലെ തന്നെ സാധാരണ പെട്രോൾ എഞ്ചിനൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഹൈബ്രിഡ് വെർഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയായിരിക്കും സെയിൽസ് എല്ലാം മുന്നേറാൻ പോകുന്നത്. ഹൈബ്രിഡ് വെർഷനിലാണ് ഒരു CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എല്ലാം നൽകുന്നത്. അപ്പോൾ ടൊയോട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഇനി സെയിൽസ് എല്ലാം മുന്നേറാൻ പോകുമെന്ന് നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ടൊയോട്ടോൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ GR സ്പോർട്ടും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 2,41,00,000 രൂപയാണ് ഇതിൻ്റെ ഒരു എക്സ്ഷോറും വിലയെന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഓഫ് റോഡ് കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഈ ഒരു പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഏത് വാഹനമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി? അതൊന്ന് കമൻറ്റ് ചെയ്യും.